أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ഒരു ദിക്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അൽ ദിഫായി ഖുർആൻ ചികിത്സ സയ്യിദത്ത് സലീഖത്ത് ബീവി. ഈ ഒരു ദിക്ർ മതി നമ്മുടെ ജീവിതത്തെ എല്ലാ കാര്യത്തിനും. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം 100 പ്രാവശ്യം അത് ഇത് കേൾക്കുന്നവരും എന്നെ അറിയുന്നവരും എല്ലാവരും ഇത് ചെല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുരീദ് കൂടെയാണ്. സയ്യിദത്ത് സലീഖത്ത് ബീവിയുടെ ഒരു മുരീദ് കൂടെ നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. മുരീദിന്റെയൊക്കെ മഹത്വം പറഞ്ഞാൽ അള്ളാന്റെ ഹബീബിന്റെ പരമ്പരയിലുള്ള ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, സയ്യിദ് അഹമ്മദ് കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു ഇവരുടെയൊക്കെ മുരീദുകളായിരുന്ന പിൻഗാമികളായ ഒരുപാട് ആബിദീങ്ങളും ആലിമീങ്ങളും മുത്തഖീങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ ആ ദിക്ർ അവർ പറഞ്ഞു തരുന്നത് ചെയ്താൽ അവിടത്തെ റസൂലുള്ളാഹി മുതലുള്ള എല്ലാ സുന്നത്തുകൾ ചെയ്തതിന്റെയും എല്ലാ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചതിന്റെ എല്ലാ സന്തോഷവും എല്ലാ ഖൈറ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന്റെ എല്ലാ കൂലിയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ദിവസവും 100 പ്രാവശ്യം ചെല്ലുക. രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ പറ്റിയെങ്കിൽ ഈ ദിക്ർ കഴിയുന്നത്ര ചെയ്യുക. ഏത് മാരക രോഗം അല്ലാഹു തആല അടുപ്പിക്കത്തില്ല. 99 രോഗത്തിന് വരെ ശിഫയാണ്. തലവേദന, പല്ലുവേദന, വയറുവേദന, കാലുവേദന, മുട്ടുവേദന, നടുവേദന അങ്ങനെ തുടങ്ങി കണ്ടാത വേദന, ശരീരത്തുള്ള സർവ്വവേദനക്കും സർവ്വ വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം ചെറിയൊരു ദിക്റുമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആ നമ്മൾ ആരും തട്ടിക്കളയരുത്. പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധ റമളാനിലെ 21 രാവാണ്. ഞാൻ തന്നെ ഇവിടെ ചെറിയൊരു ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവേ എല്ലാവരും ദുആ ചെയ്യണം. ദുആ അള്ളാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന വലിയ ഒരു അമലാണ്. അള്ളാഹുവിന്റെ ദുനിയാവിൽ കൂടുതൽ ഇഷ്ടമുള്ളത് ദുആ, ഒരു പാവപ്പെട്ടവന്റെ ദുആയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അത് പാതിരാ നേരത്തുള്ള ദുആ. ഇപ്പോൾ പ്രത്യേകിച്ച് അത്താഴത്തിന് എഴുന്നേൽക്കുന്ന തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് പുറകെ എന്ത് ദുആ ചെയ്ത് ചോദിച്ചാലും അള്ളാഹു തആല തരുന്ന ഈ ഒരു മാസം നമുക്ക് അള്ളാഹു കനിഞ്ഞു തന്നിരിക്കുന്ന മാസമാണ്. അനുഗ്രഹത്തിന്റെ മാസമാണ്, ബറക്കത്തിന്റെ മാസമാണ്. അള്ളാഹു തആല എന്ത് ചോദിച്ചാലും, എന്ത് രോഗങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾക്കും, മക്കളെ കുടുംബത്തിലെ ജോലിയുടെ എന്ത് പ്രശ്നങ്ങൾക്കും, വിവാഹ പ്രശ്നം, മക്കളില്ലാത്ത പ്രശ്നം എല്ലാം അള്ളാഹു തആല പരിഹാരം തരുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ദുആയെ ഒരിക്കലും നിസ്സരിക്കരുത്. അള്ളാഹുവിങ്കൽ 2 കൈ ഉയർത്തി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. ദുആ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു അമലാണ്. അമൽ കഴിഞ്ഞിട്ട് പിന്നെ എന്തും അമലും അള്ളാഹു തആലക്ക് ദുനിയാവിലുള്ളൂ. ഏത് ദിക്റും സലാത്തും ഒക്കെ ഈ ദുആവിൽ എന്തും അള്ളാഹിനോട് തുറന്നു പറയണം. എല്ലാ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹിനോട് വേറെ ആര് നമുക്കൊന്നും പരിഹരിച്ചു തരത്തില്ല. എല്ലാം അള്ളാഹുവാണ് തരുന്നത്. അപ്പൊ നമ്മള് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് റഹ്മാനെ ശുഭമുഹൂർത്തങ്ങളാണ് ഇപ്പോൾ. ഈ സമയത്തൊന്നും അള്ളാഹു തആല ദുആ നമ്മൾ ചെയ്യുന്ന ദുആ അള്ളാഹു തആല പാഴാക്കത്തില്ല. അങ്ങനെ എല്ലാം ഉത്തരം തരുന്നതാണ്. നോമ്പ് തുറക്കുന്ന നോമ്പ് ബാങ്ക് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പും അത്താഴം കഴിഞ്ഞ് ഒക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്കൊക്കെ അങ്ങനെ തരുന്ന. അള്ളാഹു എന്ത് ചോദിച്ചാൽ അള്ളാഹു ഇന്നത് വേണോ എന്ന് ചോദിച്ചാൽ അള്ളാഹു അന്നേരം ആ സമയത്ത് തരും. അള്ളാഹു തആല ഇതുവരെ മുടക്കിയിട്ടില്ല. എന്താഗ്രഹിച്ചാലും അള്ളാഹു തആല സഹായിച്ചു തരും. നിങ്ങൾക്കും എല്ലാം അള്ളാഹു തആല അതിനുള്ള അനുഗ്രഹം ചെയ്യുമാറാട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. സാധുവായ ഭാഗ്യാദോഷിയായ ഞങ്ങളുടെ ദുആ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി വസല്ലം. റഹ്മാൻ റഹീമായ അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ധിക്കാരമായും അഹങ്കാരമായി ഒരുപാട് പാവങ്ങൾ മുഴുകി കിടക്കുന്നവരാണ്. ഔദാര്യവനായ അള്ളാഹുവേ, ഞങ്ങളുടെ പാവങ്ങളെ നിന്റെ കൃപ കൊണ്ട് പുറത്തു തരണമേ അല്ലാ. എത്രയോ പ്രാവശ്യം ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ടല്ലാ. എങ്കിലും ഞങ്ങളുടെ ശരീര ഇച്ഛകൾക്ക് വഴങ്ങി വീണ്ടും ഞങ്ങൾ പാപികളായി പോകുന്ന റബ്ബേ, പാവങ്ങളിലേക്ക് വീണു പോകുന്ന നാഥ, നീ എല്ലാ പാവങ്ങളെയും ഞങ്ങൾക്ക് കനിഞ്ഞ് പുറത്തു തരണമേ അല്ലാ. ഈ 27 പരിശുദ്ധ മാസം
റമളാൻ മാസം 21 അതിന്റെ വറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണവേ അല്ലാ. നീ ഞങ്ങളുടെ പാവങ്ങളെ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുടെ കൂടെയായി പോകും റബ്ബേ. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ നീ നഷ്ടപ്പെട്ടവരാക്കല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങള് പകല് മുഴുവനും കുടമെടുത്ത് വെള്ളം കൊഴിയിട്ട് കുടം കമ്മിറ്റി പോയ ഒരവസ്ഥ ഞങ്ങൾക്ക് വരല്ലേ അല്ലാ. നിനക്ക് വേണ്ടി ചെയ്യുന്ന 30 നോമ്പും റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ലാ. അതിലുള്ള സുന്നത്ത് നിസ്കാരങ്ങള് റബ്ബേ, ഫർള് നിസ്കാരങ്ങള് ഞങ്ങൾ ഹത്ത ഓതുന്നവരാണ്, ദിക്റിയൽ എന്നവരാണ് റബ്ബേ, തറാവി നിസ്കരിക്കുന്നവര് അള്ളാഹുവേ. അങ്ങനെ നീ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യും പോലെ അറിയും പോലെ ചെയ്യുന്ന പാവികളായ ദോഷികളായ ഞങ്ങളെ നീ മുടക്കല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ദുആക്ക് ഉത്തരം തരണേ അല്ലാ. നിന്റെ ഖജനാവ് നീ നിറച്ചു വെച്ചിരിക്കുന്നവരാണല്ലോ അല്ലാ. ഞങ്ങൾ അതിൽ നിന്ന് നീ ഞങ്ങൾക്ക് വേണ്ടുവോളം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ബർക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബം, മക്കള്, പ്രശ്നങ്ങള് എല്ലാം നിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഖജനാവിൽ നിന്ന് നീ വാരിയും കോരിയും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾ പരമ ദരിദ്രരാണ് റബ്ബേ. ഞങ്ങൾക്കൊന്നും ദുനിയാവിലില്ല അല്ലാ. തമ്പുരാനെ നിന്റെ സമ്പന്നയുടെ മുന്നിൽ ഞങ്ങൾ വന്ന് യാചിക്കുകയാണ് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മുത്തു നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ ബറക്കത്തോടെ ഞങ്ങളെ യാചകനെ ഞങ്ങളുടെ യാചനയെ നീ സ്വീകരിക്കണമേ അല്ലാ. ഞങ്ങളുടെ കൈകളെ നീ വെറുതെ ആക്കല്ലേ അല്ലാ. തമ്പുരാനെ നിന്റെ മുമ്പിൽ നീട്ടിയ കൈ മറ്റാരുടെ മുമ്പിലും നീട്ടാൻ നീ അവസരം ഉണ്ടാക്കല്ലേ അല്ലാ. അള്ളാഹുവേ ദുനിയാവിൽ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ എല്ലാം രക്ഷിക്കണേ അല്ലാ. നിന്റെ മുമ്പിൽ നീട്ടിയ കൈയും നിനക്ക് വേണ്ടി സുജൂദ് ചെയ്ത തലയും ആരുടെ മുമ്പിലും കുനിക്കാൻ നീ ഇടയാക്കല്ലേ അല്ലാ. അതിനുള്ള അവസരം ഉണ്ടാക്കല്ലേ അല്ലാ. നാഥാ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എന്തെല്ലാം ഹൈറാത്തുകൾ കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടോ അവൾ ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ് അല്ലാ. അവ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ വിലക്കുകൾ കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട് റബ്ബേ. പാവികളായ ഞങ്ങൾക്ക് നീ അത് വിലക്കുകളെ തൊട്ട് ദുആ ചെയ്യുന്ന അതെല്ലാം പാവികളായ ഞങ്ങൾക്ക് നീ വിലക്കി തരണേ അല്ലാ. ദുആ ചെയ്യുന്ന റബ്ബേ ഞങ്ങളെയും നീ സ്വീകരിക്കണമേ അല്ലാ. പുറകെ വെച്ച് വിളിക്കുന്നവരിൽ നിന്നും രക്ഷിക്കണമേ അല്ലാ. സാലിഹായ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അല്ലാ. നിന്നെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാക്കണേ അല്ലാ. ഒരിക്കലും നീ ഞങ്ങളെ വെറുക്കുന്നവരെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അള്ളാഹുവേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരെ ഉൾപ്പെടുത്തണമേ നാഥ. ഒടുവിൽ കലിമ ചൊല്ലി മരിക്കുന്ന നിന്റെ ഇഷ്ടവാസന്മാരുടെ കൂട്ടത്തിലാക്കി അനുഗ്രഹിക്കണമേ അല്ലാ. അള്ളാഹുവേ ഖബറിലെ ചോദ്യോത്തര വേളയിൽ പതറാതിരിക്കാൻ സഹായിക്കണേ അല്ലാ. ഖബർ ഞെരുക്കല്ലേ അല്ലാ. ഖബർ ഞെരുക്കത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ബർസഖിയായ ജീവിതം നീ സന്തോഷപ്രദമാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ തിന്മകളെയൊക്കെ നന്മകളാക്കി മാറ്റാൻ കഴിവുള്ളവൻ നീയാണ് റബ്ബേ. ഞങ്ങളത്തെ പാവികളാണ്, ദോഷികളാണ്, തിന്മകൾ ചെയ്തു നടക്കുന്നവരാണ് റബ്ബേ. നീ അതെല്ലാം പുറത്ത് മാഫാക്കണേ അല്ലാ. ഈ മാസത്തിന്റെ കാരുണ്യം കൊണ്ടും കരുണ കൊണ്ടും നീ പുറത്ത് മാഫാക്കണേ അല്ലാ. അള്ളാഹുവേ എല്ലാത്തിനും കഴിവുള്ളവൻ നീ മാത്രമാണ് നാഥ. ഞങ്ങളുടെ തിന്മകളെ നന്മകളാക്കി മാറ്റണമേ അല്ലാ. ആഖിറത്തിന്റെ കയ്യിൽ ഞങ്ങളെ നീ അർശിന്റെ തണലാണ് അനുഗ്രഹിപ്പിക്കണേ അല്ലാ. അനുഗ്രഹിപ്പിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ നന്മ തിന്മകളെ എഴുതി തന്ന ഗ്രന്ഥം നീ ഞങ്ങളുടെ വലത് കൈ കൊണ്ട് വാങ്ങുന്ന നല്ലവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ സിറാത്ത് എന്ന പാലം ഞൊടിയിട കൊണ്ട് ഞങ്ങൾ കടത്തി വിടണേ അല്ലാ. അള്ളാഹുവേ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പാപ്പാട് കൈകൊണ്ട് ഹൗളുൽ കൗസറിലെ വെള്ളം കുടിപ്പിക്കണേ അല്ലാ. അവിടെ നിന്റെ നന്മ നിന്റെ പരമസന്തതികളുടെ റബ്ബേ കൂട്ടത്തിലാക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ പരമസന്തതങ്ങളായ റബ്ബേ അള്ളാഹുവേ അവരുടെ കൂട്ടത്തിലാക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കണേ അല്ലാ. അള്ളാഹുവേ നിന്നെ കാണുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ദുനിയാവിൽ ആഖിറത്തിൽ ഒന്നുമില്ല റബ്ബേ. നീ സൃഷ്ടിച്ച സൃഷ്ടാവായ നിന്നെ കാണൽ എന്തൊരു ഭാഗ്യവാൻ. സലാമും കവലം റബ്ബ് റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ റബ്ബിനെ കാണാൻ
ഞങ്ങളുടെ അള്ളാടെ മുഖം കണ്ട് അള്ളാഹ് കാണണമല്ല, ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ശത്രുങ്ങളെ നീ മിത്രങ്ങളാക്കി മാറ്റണേ അല്ല. ഞങ്ങൾക്ക് ആരോടും ശത്രുത ഇല്ലല്ല, ഞങ്ങളെ ആരും ശത്രുതയായി കാണല്ലേ അല്ല. ഞങ്ങളുടെ വ്യത്യസ്തങ്ങളായ രീതിയിൽ സഹായിച്ചവരേറെ ഉണ്ട് റബ്ബേ, ഞങ്ങൾ ഒരുപാട് സഹായിച്ചവരുണ്ട്, സ്നേഹിച്ചവരുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നവരുണ്ട് റബ്ബേ. നീ അവരെ സ്നേഹിക്കണേ അല്ല റഹ്മാനെ. അവർക്കെല്ലാം നീ നല്ലത് നൽകി അനുഗ്രഹിക്കണമേ അല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വേദന അനുഭവിക്കുന്ന ഒട്ടനവധി പേരുണ്ട് റബ്ബേ, അവരെയൊക്കെ നീ സഹായിക്കണമേ അല്ല. രോഗങ്ങൾ കൊണ്ട് വലയുന്ന സകലരെയും നീ മുക്തരാക്കി അനുഗ്രഹിക്കണമേ അല്ലാ. അള്ളാഹുവേ അവരെല്ലാം നീ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ശിവ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ റഹ്മാനെ, പലസ്തീൻ പോലെയുള്ള രാജ്യങ്ങൾ റബ്ബേ ഭക്ഷണമില്ല, യുദ്ധവും പ്രശ്നവും അള്ളാഹുവേ കൊല്ലുവിളിയും നടത്തുന്ന നിങ്ങളെല്ലാം നിരക്ഷിക്കണേ അല്ലാ. കുഞ്ഞു മക്കൾക്ക് പോലും പരിശുദ്ധ റമളാൻ മാസത്തിൽ പോലും ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ റബ്ബേ കഷ്ടപ്പെടുന്ന നീ അതിൽ നിന്ന് അവരെ കാക്കണേ അല്ലാ. ദുതന്മാരിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ദുആയിൽ ഇനിയും എന്തെല്ലാം ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ. ഒരുപാട് കാര്യങ്ങളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ നീ എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക്